ഇവരൊരു ഭാഗത്ത് അടച്ചു പൂട്ടാനാണ് സമസ്ത വന്നത്. പിന്നെ അത് ഏതെങ്കിലും വഴിയിൽ എഴുന്നള്ളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ സമസ്ത ഇടപെടും. അതിന് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ആദർശമാണ് ഏറ്റവും വലുത്, ആമാശയമല്ല. ആദർശം നാളത്തേക്കുള്ളത്. ആദർശം, അറിവ്, അദബ് എന്നതാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം. 30 മണിക്കൂർ പറഞ്ഞാലും തീരൂല. അത് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞ് ഒരു അച്ചാറ് തൊട്ട് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഭക്ഷണം വിളമ്പാൻ ഉദ്ദേശിക്കുന്നില്ല. ആമുഖമായി ഒന്നും പറയുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി മുത്തുക്കോയ തങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ അതിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ സുശക്തമായ പദ്ധതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് താങ്ങും തണലുമാവുക എന്നതാണ് റേഞ്ച് തലം മുതൽ നീണ്ടു നിൽക്കുന്ന ഈ മഹാ അത്ഭുത മുന്നേറ്റത്തിന്റെ ഓരോ ഘടകങ്ങളുടെയും ലക്ഷ്യവും അശാന്തമായ പരിശ്രമവും. അതിന്റെ ഭാഗമായി ഇവിടുത്തെ റേഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയുടെ പരിസമാപ്തിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇൽമിനോളം വലുതായി ഈ ലോകത്ത് അള്ളാഹു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു ഏറ്റവും വില കൽപ്പിക്കുന്നതും സമ്മാനമായി നൽകുന്നതും ഇൽമാണ്. അതിന്റെ ആദ്യാക്ഷരം തന്നെ അതിന്റെ ഉയർച്ചയുടെ സൂചനയാണ്, ഐനാണ്, ഉലുവാണ്. അവസാനത്തെ അക്ഷരം മീമാണ്, മജിദാണ്. വളർച്ചയും ശ്രേഷ്ഠതയും ഉയർച്ചയും ശേഷിയും സൗഭാഗ്യവും ഒരു മനുഷ്യന് വേണമെങ്കിൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അവന് ദീനിൽ ഗ്രാഹ്യശേഷി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവനെ പണ്ഡിതനാക്കുന്നതാണ്. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ പിന്നെ അള്ളാഹുവിന്റെ പ്രവർത്തനം അതാണ്. ആ ഒരു ഇൽമിന്റെ മേലെ ഒന്നുമില്ല. അതുകൊണ്ടാണ് മലക്കുകളുടെ എണ്ണുന്ന സമയത്ത് പോലും ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആദ്യമായി നാം എണ്ണുന്നത്. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ എന്നാണ് പറയുന്നത്. ഇന്ന് വരെ മീകായിൽ, ജിബ്രീൽ, ഇസ്രാഫീൽ, അസ്റായിൽ എന്ന് നമ്മൾ പറയാറില്ല, പ്രമാണത്തിൽ അങ്ങനെ കാണാറില്ല. ജിബ്രീൽ ഇസ്ലാമിനെ എല്ലായിടത്തും അല്ലാഹു വലുതാക്കി സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അവമതിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിശക്തമായ താക്കീതിന്റെ മറുപടിയാണ് അല്ലാഹു നൽകുന്നത്. ലൈലത്തുൽ ഖദറിൽ ഇറങ്ങുന്ന മലക്കുകളെ പറഞ്ഞപ്പോഴും തനസ്സലുൽ മലായിക എന്ന് പറഞ്ഞിട്ട് ജിബ്രീലിനെ വേറെ പറയുകയാ. അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. കാരണം എന്താ അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉദ്യോഗം ഇൽമുമായി ബന്ധപ്പെട്ടതാണ്, വഹിയാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ ഉദ്യോഗം ഇടിമിന്നലാണ്. അസ്റായിൽ അലൈഹിസ്സലാമിന്റെ ഉദ്യോഗം റൂഹിനെ പിടിക്കലാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ജോലി സൂറെന്ന കാഹളത്തെ വഹിക്കലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അമ്പിയാക്കളിലേക്ക് വന്നിരുന്നത് ഇൽമിനെ കൈമാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇനി അതിനേക്കാൾ വലുതൊന്നുമില്ല. ഏറ്റവും വലുത് ഇൽമാണ്. ഇൽമിന്റെ മേലെ ഈ ലോകത്തൊന്നുമില്ല. അതുകൊണ്ടാണ് മനുഷ്യനെന്നത് തീനിൽ നിന്ന് വന്നതാണ്, മണ്ണിൽ നിന്ന് വന്നതാണ്. മലക്ക് എന്നത് നൂറിൽ നിന്ന് വന്നതാണ്. നൂറിൽ നിന്ന് വന്ന മലക്കിനോട് തീനിൽ നിന്ന് വന്ന മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് ആദരിക്കാനാണ് സർവശക്തനായ അല്ലാഹുവിന്റെ കൽപ്പന. കാരണം എന്തേ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം അലൈഹിസ്സലാമിന്റെ ഇൽമാണ്. മലക്കുകൾ ജാഹിലീങ്ങളാണോ? അല്ല, ആലിമീങ്ങളാണ്. പക്ഷേ ആലിമീങ്ങൾ ആലമിന്റെ മുമ്പില് ആദരവ് ബാധ്യതയാണ്. അത് ലോകത്തിന്റെ തുടക്കം മുതൽ വിവരമുള്ള
പക്വതയുള്ള, നിഷ്പക്ഷതയുള്ള, ഉൾക്കാമ്പുള്ള, ലക്ഷ്യബോധമുള്ള, താഴ്മയുള്ള ഈമാനിക പ്രഭാവം വഹിച്ചിട്ടുള്ള മുഴുവൻ കോടികളുടെയും ഇടയിൽ നിലനിർത്തിയിട്ടുള്ള ഒരു ചിട്ടയാണ് ആലമിന്റെ മുമ്പിൽ ആലിമ് അതാ പത്തി മടക്കേണ്ടതാണ്, ആയുധം താഴെ വെച്ച് കീഴടങ്ങേണ്ടതാണ്. കാരണം മലക്കുകൾക്ക് അറിയാലോ, അവരും ആലിമീങ്ങൾ തന്നെയല്ലേ. മലക്കുകൾ ജാഹിലീങ്ങളും ആദം നബി ആലിമാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മലക്കുകൾ ആലിമീങ്ങളാണ്. പക്ഷെ എന്നിട്ടും ആദം നബിയാകുന്ന തീനിൽ നിന്ന് വന്ന മനുഷ്യന്റെ മുമ്പിൽ നൂറിനാൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അബാ വസ്തക്ബറ. ഇസ്തിക്ബാർ എന്ന് പറഞ്ഞാൽ തകബ്ബുർ ഇസ്തിക്ബാറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. തകബ്ബുർ എന്ന് പറഞ്ഞാൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ അർഹത ഉണ്ടാവും ഒന്ന് അഹങ്കരിക്കാൻ. ഇസ്തിക്ബാർ എന്ന് പറഞ്ഞാൽ ഒരു അർഹത ഉണ്ടാവില്ല. ഒരു കരാട്ടക്കാരൻ മറ്റൊരു കരാട്ടക്കാരനോട് പറയാണ്, ഞാൻ ഇവിടുന്ന് നീച്ചാൽ നിനക്ക് സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു തകബ്ബുറാണ്. പക്ഷെ രണ്ട് കാലം കുഴഞ്ഞെടുക്കുന്ന ആള് പറഞ്ഞാൽ അത് ഇസ്തിക്ബാറാണ്. അല്ലാഹു തആല ഉപയോഗിച്ചത് അബാ വസ്തക്ബറ എന്നാണ്. ആദം അലൈഹിസ്സലാമിനോട് മത്സരിക്കാൻ ഇബ്ലീസിന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ ഇതേ ഇബ്ലീസ് അതിന്റെ പേരിൽ ഖേദിക്കുന്നത് നാളെ പരലോകത്താണ്. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. പരലോകത്തെ വെച്ചുകൊണ്ട് അൽ കാഫിറാകുന്ന ഇബ്ലീസ് പറയുന്നതാണ്, യാ ലൈതനി കുന്തു തുറാബാ, ഞാനും ആദമിനെ പോലെ ആ മണ്ണായാൽ മതിയായിരുന്നു എന്ന് അവിടെ വെച്ചുകൊണ്ട് തിരിച്ചറിവോടെ ഖേദബോധത്തില് നെഞ്ചു പിടക്കുന്ന ഇബ്ലീസിനെയാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഖേദിക്കുന്നതിന്റെ മുമ്പേ കാര്യം കണ്ടെത്തലാണ്. ആലിമിന്റെ വില മനസ്സിലാക്കുന്നത് തിരിച്ചറിവാണ്. ഇനി മുതഅല്ലിമാരാണ് പ്രിയപ്പെട്ടവരെ, മുതഅല്ലിമാരാ. മാമിൻ മുതഅല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബിൽ ആലിമി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സനാ വയംശി അലൽ അർളി വൽ അർളു തസ്തഗ്ഫിറു ലാ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് മദ്രസയിലേക്ക് പുസ്തകങ്ങൾ പിടിച്ചുകൊണ്ട് പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് ഉമ്മമാരെ കടന്നു വരുന്ന ചെറിയ ചെറിയ കുരുന്നുകളില്ലേ, പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കളില്ലേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മുഅല്ലിമിനെ തേടി, ഒരു മുദരിസിനെ തേടി, ഒരു അധ്യാപകനെ തേടി പഠിതാക്കൾ വീട് വിട്ടിറങ്ങുമ്പോ അവരെ ഓരോ കാൽവെപ്പുകൾക്കോ ഓരോ കൊല്ലത്തോ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. നിങ്ങളെ കുഞ്ഞുങ്ങൾ ഭൂമിയിലൂടെ മദ്രസയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ ഭൂപ്രദേശത്തുള്ള എല്ലാ പൂക്കളും പുഴുക്കളും എല്ലാ അണുക്കളും എല്ലാ മണൽത്തരികളും മൺതരികളോ എല്ലാ പുഷ്പങ്ങളും പൂച്ചെടികളോ സസ്യലതാദികളും പക്ഷിപ്പറവകളോ ആ കുട്ടികൾക്ക് വേണ്ടി പാപമോചനം തേടുമേ എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലവാതി അലാ നബി വസലമി وهو خير الأنام بدر التمام السلام عليك زين الأنبياء السلام عليك أتقى الأتقياء صلواتي على نبي وسلامي وهو خير الأنام بدر التمام. റേഞ്ചിലെ പണ്ഡിതന്മാർ വിളിച്ചൂട്ടിയ സമാഗത്തിൽ വെച്ചുകൊണ്ട് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവള് വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആരംഭമായ അവലംബമായ വിശ്വമാന വിഘാതയുടെ വിമോചന ഗീതമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മേൽ നമുക്ക് ഈ മുഅല്ലിമീങ്ങളുടെ സ്വർഗീയ ഭൂമികയിൽ നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലാം. صلى الله على محمد
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم പടച്ചവനെ സ്വലാത്തിനെ ഖബൂലാക്കണേ അല്ലാഹ് മുത്തു മുസ്തഫാന്റെ പവിത്ര ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ് മുഅല്ലിമീങ്ങൾ ഒരുക്കിയ ഈ സ്വർഗീയ ഉദ്യാനം സ്വർഗീയ ഭൂമികയായ ഈ സദസ്സിനെ നാളത്തെ യഥാർത്ഥ സ്വർഗത്തിലേക്കുള്ള സബബും സൗഭാഗ്യവുമായി സർവശക്തനായ നാഥ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ വരാമെന്നേറ്റിരുന്ന ഞങ്ങളുടെ ആദർശത്തിന്റെ നായകനായ സയ്യിദ് ജിഫ്രി തങ്ങൾ ശാരീരിക ക്ഷീണം കൊണ്ടാ വരാത്തതെന്ന് അവിടുത്തെ വാക്കുകളിലൂടെ തന്നെ അറിയിച്ചിരിക്കുകയാ. എല്ലാ ക്ഷീണവും അകറ്റിക്കൊടുക്കണേ അല്ലാഹ്, രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അസ്വസ്ഥത നീക്കിക്കൊടുക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശിവ നൽകണേ അല്ലാഹ്. ബിന്നബിയിൽ മുസ്തഫ. അറിവിന്റെ മേലൊന്നുമില്ല, പക്ഷെ അറിവാണെങ്കിൽ അത് പോവാം. ഞാൻ വളരെ പെട്ടെന്ന് നിർത്തട്ടോ, എനിക്ക് ലൈറ്റ് വല്ലാതെ അങ്ങോട്ട് അടിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ എത്ര ആളുണ്ട് എന്നും കൂടി എനിക്കറിയുന്നില്ല. ആളില്ലേ? പടച്ചവനെ സൗണ്ടൊന്നും കേൾക്കണില്ലല്ലോ. മുന്നിൽ ആളില്ലേ? ആ എന്നാ മതി. ഞാനൊരു 20 മിനിറ്റ് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുമോ? എന്താ നിങ്ങൾ മിണ്ടാത്ത ബുദ്ധിമുട്ട് വരുമോ? ആ ഇൻഷാ അല്ലാഹ് 20 ഞാൻ വളരെ, കാരണം എനിക്ക് ഈ സദസ്സിന്റെ അവസ്ഥ അറിയാം. നിങ്ങൾ അസർ മുതൽ ഇരിക്കാൻ തുടങ്ങിയ ആളുകളാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ നീട്ടി പ്രസംഗിക്കുന്നത് ശരിയല്ല. ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട വിഷയം 30 മണിക്കൂർ പറഞ്ഞാലും തീരാത്തതാണ്. അത് വളരെ പെട്ടെന്ന് ഞാൻ ഹൃസ്വമായി ഒരു ഓട്ടപ്രദക്ഷിണത്തിലൂടെ അറിയിച്ചു തരും. അപ്പൊ ഇൽമിന്റെ മേലെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇൽമ ആവണമെങ്കിൽ അത് പോകണം. 80,000 കൊല്ലം മലക്കൊക്കെ ദർശനത്തിയ ആളെ പേരാണ് അസാസിൽ. അയാളെ ഒരു പേരതായിരുന്നു. ഒരു പേര് തഖീ എന്നാണ്, ഒരു പേര് വലി എന്നാണ്. വലിയുള്ളാഹി എന്നൊക്കെ വായിക്കാറില്ലേ? ആകാശലോകത്ത് വാൾപോസ്റ്റ് നമ്മളെ കോലത്തിലില്ലെങ്കിലും മലക്കുകൾ പരിചയപ്പെടുത്തിയിരുന്ന പബ്ലിസിറ്റിയിൽ ആളെ കുറിച്ച് പറഞ്ഞിരുന്നത് വലിയുള്ളാഹി അസാസിൽ എന്നാണ്. തഖീയുള്ളാഹി, വലിയുള്ളാഹി, അൽ ആരിഫു ബില്ലാഹ്, അൽ ആബിദ്, ഇങ്ങനൊക്കെ അറിയപ്പെട്ടിരുന്ന, പറയപ്പെട്ടിരുന്ന, പരാമർശിക്കപ്പെട്ടിരുന്ന, പ്രശംസിക്കപ്പെട്ടിരുന്ന ആളെ പേരേക്കുമ്പോ ഇപ്പൊ 1ാം ക്ലാസ് പഠിക്കുന്ന മദ്രസയിലെ കുട്ടികൾ പറയും വലിയുള്ളാഹില്ല, ലാനത്തുള്ളാഹി അലൈഹി. വലിയുള്ളാഹി എന്ന് പറയപ്പെട്ട അവസ്ഥയിൽ നിന്ന് കുഞ്ഞുമക്കൾക്ക് പ്രത്യേക പരിശീലനം ഇല്ലാതെ തന്നെ ലാനത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞ് തരം താഴ്ന്ന അവസ്ഥയിൽ ആ ഒരു അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ടിരുന്ന ആ ശക്തി ചവറായി മാറാൻ കാരണം അമലിന്റെ അഭാവമല്ല, അദബിന്റെ അഭാവമാണ്. ഒരാള് ഞാൻ ഇബ്ലീസ് സുജൂദ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും സുജൂദ് ചെയ്ത് നേർച്ചാക്കിയാൽ ആ നേർച്ച വീട്ടാൻ കഴിയില്ല എന്നാണ്. കാരണം കഴിയില്ല, എണ്ണത്തിലും കഴിയില്ല, വണ്ണത്തിലും കഴിയില്ല. ആളെ നെറ്റി തട്ടാത്ത ഒരു സ്ഥലം ആകാശത്തില്ല. ആളെ സുജൂദ് ചെയ്തിട്ട് നെറ്റി തട്ടാത്ത ഒരു സ്ഥലം ആകാശത്തില്ല. അയാള് സുജൂദിന്റെ വിരോധിയുമല്ല. അയാള് പറഞ്ഞത് നമ്മൾ ഇവിടെ ചെയ്യൂല എന്നാണ്, അവിടെ ചെയ്യാന്നാണ് പറഞ്ഞത്. തൗഹീദ് രണ്ടായിട്ടുണ്ട്, ഡയറക്റ്റ് തൗഹീദും ഇൻഡയറക്റ്റ് തൗഹീദുമാണ്. ഇബ്ലീസ് ഡയറക്റ്റ് തൗഹീദിന്റെ ആളുകളാണ്. അത് പേറി അടക്കുന്ന കുറെ ആൾക്കാർ ഇപ്പോഴുണ്ട്. അവരെ തുരത്താനാണ് സമസ്ത നിലയിൽ വന്നത്, വേറൊന്നിനുമല്ല. ഡയറക്റ്റ് തൗഹീദ്, നേരിട്ടല്ല, ഇടയിൽ ആരും പാടില്ല എന്ന് പറഞ്ഞു. നാം മലക്കൊക്കെ ഒന്നറിയില്ല, മലക്കുകള് അള്ള പറഞ്ഞോട് തുറച്ചു. അതാണ് സുന്നത്തമ്മയത്തെ. അള്ള പറയുന്നത് കേൾക്കുക. കാലബുണ്ട്, കുലൂബുണ്ട്. കൽബിന്റെ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഷായിറിനെ ബഹുമാനിച്ചാൽ കിട്ടുള്ളൂ. കാലബിന്റെ തഖ്വയുണ്ട്, അവയവങ്ങളുടെ തഖ്വ. ആ തഖ്വ ഡയറക്റ്റ് തൗഹീദ് ആയിരിക്കും. അള്ളാഹു പറഞ്ഞ ഷായറിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നേരിട്ടൊരു പോക്ക. എന്റെ അള്ളാന്റെ ഇടയിൽ വേറെന്തിനാ ഒരു മധ്യവർത്തി? അങ്ങനെയാണെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അർത്ഥമുണ്ടോ? മധ്യവർത്തി എന്നല്ല അതിന്റെ പേര്. റസൂൽ എന്ന് പറഞ്ഞാൽ സഫീർ എന്നല്ലേ, സഫീർ എന്ന് പറഞ്ഞാൽ മധ്യവർത്തി എന്നല്ലേ. ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാവോ? ഇല്ല.
ഒരയ്യപ്പൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദൃഢരൂഢമൂലമായി 10,000 തവണ കുതിരശക്തിയോടെ ദൃഢപ്രതിജ്ഞയോടെ അശേഷം സംശയമില്ലാതെ അരക്കിട്ടുറപ്പിച്ച് അസന്നിഗ്ധമായി പറഞ്ഞാലും കാഫിർ വെള്ളം ചേരാത്ത കാഫിറായിട്ട് നിൽക്കും. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് വരെ. ഈ മധ്യവർത്തിയെ കൂട്ടുപിടിക്കാതെ തൗഹീദ് പോലും ആവൂല. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബ്ദുൽ ഖൈസിന്റെ സംഘം വന്നു. മുസ്തഫ നബിയോട് പലതും പഠിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അത്തദറൂന മൽ ഈമാനു ബില്ലാഹി വഹദാ, അല്ലാഹനെ കൊണ്ട് മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷ നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലാ. ചില ആളുകളുടെ പ്രസംഗം ശരിയാണെങ്കിൽ ഈ പറഞ്ഞതിനെ ശിർക്കാവണ്ടേ? ഇത് സഹാബാക്കൾ ഇടക്കിടക്ക് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. അല്ലാഹു ആലം റസൂലു ആലിം എന്നല്ല. അഫ്ല തഫ്ലീൽ രണ്ടാക്കും ബാധകമാണ്. അള്ളാഹിനെ കുറിച്ച് പറയുന്നതെന്നും ഖൽഖിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ നിത്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണിത്. അല്ലാഹു റസൂലു ആലം, അള്ളാഹ്ക്കും ആലം റസൂലിനും ആലം. അതുകൊണ്ട് ശിർക്ക് വരുമോ? അതുകൊണ്ട് കുഫ്ർ വരുമോ? ഇവിടെ ഔത്ത് എന്ന് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു വീഴുക എന്ന് പറയും. മുഞ്ചി എന്ന് പറഞ്ഞാൽ ആകാശം ഒളിഞ്ഞു വീഴാണ്. മുഞ്ചി എന്ന് പറഞ്ഞാൽ അപ്പൊ ശിർക്ക് വരികയാണ്. ശിർക്കൊക്കെ എത്ര സ്പീഡിലാ വരുന്ന കാര്യങ്ങള്. 920 തുടങ്ങിയാണ് ഈ സർഫാക്കൽ അഷറക്കു എന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഉസ്താദ്മാർ അന്ന് തന്നെ പറഞ്ഞു ഇതില്ല, ലാസ്റ്റ് അഷറക്കനാണ് എന്ന്. അപ്പൊ അവരെ അവിടെ ഉള്ളത് അങ്ങോട്ടും കൊണ്ട് മുസ്ലിങ്ങളാക്കുക. ഇവരൊരു ഭാഗത്തെ അടച്ചു പൂട്ടാനാണ് സമസ്ത വന്നത്. പിന്നെ അത് ഏതെങ്കിലും വഴിയിൽ എഴുന്നള്ളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ സമസ്ത ഇടപെടും. അതിന് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ആദർശമാണ് ഏറ്റവും വലുത്, ആമാശയമല്ല. ആദർശം നാളത്തേക്കുള്ളതാണ്. വജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽഅർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഈ ആദർശമാണ് നാളത്തെ സ്വർഗീയമായ ഉദ്യാനത്തിന്റെ അടിസ്ഥാന യോഗ്യത. ആദർശമാണ്. അതുകൊണ്ട് ആദർശം വളച്ചുകെട്ടില്ലാതെ ആരെ മുമ്പിലും പറയണേ, അപ്പോഴേ പടച്ചവന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. തെളിവ് കേട്ടോളൂ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അത് ആദർശമാണ്. അത് സ്വന്തം കുടുംബക്കാരെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവര് വന്നത് ഇതിലൊരു ചെറിയ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഒരു കൊല്ലം ഞങ്ങൾ നിങ്ങള്, അടുത്ത കൊല്ലം നിങ്ങളത് ഞങ്ങള്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് എന്നാ ശാന്തിക്കും സമാധാനത്തിനും മാനവികതയ്ക്കും വേണ്ടി അതിനൊന്ന് അടിയറ വെച്ചോ? ഇല്ല. സ്വന്തക്കാരെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ നഅ്ബുദു മാ അഅ്ബദതും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബദു ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പൊ അള്ളാന്റെ സഹായം വന്നു. ഇദാ ജാ നസ്റുല്ലാഹിൽ ഫതഹ്. അതിനേശാണ് ആ സൂറത്തുൻ നസ്ർ. എന്താ ഈ രണ്ട് സൂറത്ത് ഇങ്ങനെ വരാൻ കാരണം? ആദർശത്തിൽ ഉറച്ച നിലപാടുണ്ടായി. ആരെ മുഖത്ത് നോക്കി പറയുമ്പോഴും റബ്ബിന്റെ സഹായം ഉണ്ടാവുള്ളൂ. വേറെ മാഞ്ഞാളെ കൊണ്ടൊന്നും റബ്ബിന്റെ സഹായം ഉണ്ടാവും. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇന്ന് കയറ് പൊട്ടി പോണത്. ഞാൻ വെറുതെ അല്ല, ഇമാം റാസി റളിയല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തമ്മിലുള്ള മുനാസബ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ആദർശം സ്വന്തക്കാരെ മുമ്പിൽ വെച്ചുകൊണ്ട് വളച്ചു കെട്ടില്ലാതെ പറയണം. അള്ളാന്റെ സഹായം വേണ്ടത്, അപ്പൊ റബ്ബിന്റെ സഹായം ഉണ്ടാവും. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്. റബ്ബിന്റെ സഹായം വന്നാലോ എതിരാളി തകർത്ത് തരിപ്പണാവും. എതിരാളിനാണ്ട് ആമാശാക്കില്ല. അപ്പോളെ പ്രബോധനം സുഖാവും. നീ പറഞ്ഞോളി ഖുൽ ഹുവല്ലാഹു അഹദ്. കണ്ടങ്ങള് ഈ സൂറത്തിനൊക്കെ വലിയ ബന്ധങ്ങളില്ലേ? ഇനി നമ്മളെ കാര്യം നോക്കിയാൽ മതി. ഖുൽ ഹുവല്ലാഹു അഹദ് നമുക്ക് കിട്ടിയാൽ ഈ തൗഹീദ് നമ്മളിൽ പൊളിയും നോക്കണം. അതിന് അള്ളാഹിനോട് കാവൽ തേടണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് ഫലക്കിന്റെ റബ്ബിനോട് കാവൽ തേടുന്നു. ഏതാ ഫലക്ക്? ലോകമാവാം, അല്ലെങ്കിൽ പുലരിയാവാം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇതിനെതിരെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ വരും, അത് വസ്വാസാണ്. അതുകൊണ്ട് സൂറത്തുൻ നാസിൽ പടച്ചവൻ പറയുകയാണ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്.
വസ്വാസ്. ഈ വസ്വാസിന് നിൽക്കരുത് എന്നാണ് എനിക്ക് എന്നോട് നിങ്ങളോടും പറയാനുള്ളത്. ആദർശത്തിൽ വസ്വാസ് ഉണ്ടാക്കാൻ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരില് അതാ യുക്തിവാദികളുണ്ട്, ഭ്രാന്തൻവാദികളുണ്ട്, പ്രകൃതിവാദികളുണ്ട്, ഫാസിസ്റ്റ് നാസിസ്റ്റ് ഉണ്ട്. ഈ എല്ലാ ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഇതേ ആശയമുള്ള ആളുകളോ പരമ്പരാഗതമായി നാം അനുവർത്തിച്ചു പോന്നിരുന്ന പണ്ഡിത പാമര കുഫേര കുചേല വേദമന്യ നിരാക്ഷേപോ നടത്തപ്പെട്ടിരുന്ന സുഹൃതങ്ങള് സദാചാരങ്ങള് ദുരാചാരങ്ങളായി ചിത്രീകരിക്കാൻ ആയത്തും ഹദീസും ഇറക്കുമതി ചെയ്തുകൊണ്ട് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് പ്രയാണം കുറിച്ചുകൊണ്ട് നായികക്ക് 40 വട്ടോ അതാ തൊള്ളകേറി നരമ്പ് കീറി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. വസ്വാസ് വേണ്ട. ഈ കേരളം എന്ന് പറഞ്ഞാൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് മുസ്ലിമീങ്ങളുള്ള നാട് മാത്രമല്ല, പള്ളിയുള്ള നാടാണെന്ന് മറക്കണ്ട. ഹബീബാ നബി മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് കേരളത്തിൽ മുസ്ലിമീങ്ങളല്ല, പള്ളിയുണ്ട്. നമുക്ക് അതോറിറ്റിയിൽ നിന്നാണ് ഇത് കിട്ടിയത്. അന്ന് മുതൽ 921 വരെ നടത്തിയിരുന്ന പല കാര്യങ്ങളെയും 921 വിപ്ലവത്തിൽ ഭയവിഹ്വലരായി മരണത്തെ പേടിച്ച് കൊടുങ്ങല്ലൂരിലേക്ക് ഓടി ഒളിച്ച് അവിടെ പോയിരുന്ന് തിരിച്ചു വരുന്ന ആളുകൾ നജിദിയൻ വിഷ ഉൽപ്പന്നങ്ങളെ ഇറക്കുമതി ചെയ്തുകൊണ്ട് യൂത്ത് വിഭാഗത്തെ കൂടെ നിർത്താൻ തന്ത്രപരമായും മന്ത്രപരമായും യന്ത്രപരമായും പരിശ്രമിച്ചപ്പോൾ അതിന്റെ പിന്നാലെ ജനങ്ങൾ സംശയാലുക്കളായി പോകുന്നു. വസ്വാസ് കേറിയോ എന്നറിഞ്ഞപ്പോൾ ആ വസ്വാസിന്റെ സുനാമിക്ക് തടയിടാൻ വേണ്ടി മഹാനായ കുത്തുബ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിലായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, മഹാനായ ചാലിയാത്ത്, മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാർ. പിന്നീട് സമസ്തയാകുന്ന ഈ കപ്പലിനെ നയിച്ചവർ ആരൊക്കെയാ? മഹാനായ വലിയുല്ലാഹി ശംസുൽ ഉലമാ, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ സീച്ച് ഉസ്താദ്, കെ വി ഉസ്താദ്, കെ കെ ഉസ്താദ്, കെ ടി ഉസ്താദ്, നാട്ടിക ഉസ്താദ്, അങ്ങനെ വന്നു മഹാന്മാരായ പാണക്കാട്ട് സയ്യിദ് പൂക്കോയത്തങ്ങള്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, എത്ര ആലിമീങ്ങളാ സയ്യിദന്മാരാ. അല്ലാ അല്ലാ, അവരൊക്കെ 6 അടിയുടെ അഴിയിലല്ലേ നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അതവില്ലാതെ ഒരു ഇൽമും അല്ലാഹുവിലേക്ക് ഉയരുകയില്ല. അതബാണ്. ഇബ്ലീസ് ആകാൻ കാരണം അമലിന്റെ കുറവല്ല, അദബിന്റെ അഭാവമാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് തന്നെ അദബ് വളരെ ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കണം. സ്ഥലത്തോടുള്ള അദബ്, വ്യക്തികളോടുള്ള അദബ്, സമയത്തോടുള്ള അദബ്, പള്ളിയോടുള്ള അദബ്, അമലുകളോടുള്ള അദബ്, പഠിക്കുന്ന പുസ്തകങ്ങളോടുള്ള അദബ്, ഇതെല്ലാം പഠിപ്പിക്കണം. അദബില്ലാത്തൊരു വിഭാഗം അലമ്പുകളായി ആനകളെ പോലെ ചവിട്ടിമതിച്ചും പുലികളെ പോലെ കടിച്ചു കീറിയും പാമ്പുകളെ പോലെ വിഷമൂതിയും തേളുകളെ പോലെ കുത്തിനോവിച്ചും പെരിച്ചായ്കളെ പോലെ ഉറക്കൊഴിച്ചും നഗരങ്ങളെ നരകതുല്യമായി പ്രയാണം കുറിക്കുന്ന ഒരു കാലത്താണ് ഈ മുത്തഅല്ലിം പ്രസംഗിക്കുന്നത് എന്ന് റേഞ്ചി മുഅല്ലിമീങ്ങളുടെ പരിപാടി സംഘടിച്ച പ്രിയപ്പെട്ടവരെ, ഞെട്ടലോടെ ഗൗരവത്തിൽ നാം ഓർക്കേണ്ടതും പരിഹാരം ആരായേണ്ടതുമാണ്. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മളെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആദബോടെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ അദബ് കൊണ്ടുള്ള നേട്ടം കണ്ടോ? അദബില്ലാത്തത് കൊണ്ടുള്ള ഗൗരവോ? ഈ 80,000 കൊല്ലം ദർസ് നടത്തി ഇബ്ലീസ് വരെ മൽഊനായി എങ്കിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമുമായി മത്സരിക്കാൻ വന്ന അതാ ഫിർഔന്റെ മാരണക്കാരില്ലേ, സാഹിരീങ്ങളില്ലേ, ആ സാഹിരീങ്ങൾ വന്നത് മുസ്ലിമീങ്ങളാകാനല്ല, തൗഹീദിന്റെ പ്രഖ്യാപനത്തിനല്ല, മൂസാ അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താനും തറപറ്റിക്കാനും മൂസാ അലൈഹിസ്സലാമിനെ സമൂഹമധ്യേ ഇടിച്ചു താഴ്ത്തി രാജാവിൽ നിന്ന് സമ്മാനം വാങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന മാരണക്കാര് മുഴുവനോ ഒരു അദബ് സ്വീകരിക്കുകയാണ്. അവരുടെ പണിക്ക് പ്രാരംഭത്തിലെ ഒരു അദബ് അറിയുകയാണ്. മൂസാ അലൈഹിസ്സലാമിനോട് അവർ ചോദിക്കുകയാണ്, ആദ്യം തുടങ്ങുന്നത് നിങ്ങളാണോ അതോ ഞങ്ങളാണോ? അള്ളാഹു ബഹുമാനിച്ച
നബിയായ റസൂലായ കലീമായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മുഷാവറ എന്നൊരു അദബ് അവർ സ്വീകരിച്ചു. അതിന്റെ കാരണത്താൽ എല്ലാവരും മുസ്ലിമീങ്ങളെ. ഇപ്പുറത്തെ 80,000 കൊല്ലം ദർശെടുത്ത ഒരാള് അള്ളാഹു ആദരിച്ച ആദം അലൈഹി ഇസ്ലാമിനോട് അദബ് കാണിച്ചില്ല. അതിന്റെ കാരണത്താൽ 80,000 കൊല്ലത്തെ ദർശം ഇടിഞ്ഞ് ആള് മൽഊനായി. അദബാണ് ഏറ്റവും പ്രധാനം. ആദർശത്തിന്റെ നിലനിൽപ്പിന് ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളവും വളവും അത് അദബാണ് പ്രിയപ്പെട്ടവരെ. അപ്പോഴേ ആദർശം നിലനിൽക്കുകയുള്ളൂ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഈ മാസം മഹാനായ സയ്യിദുൽ ഔലിയാ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ അല തഹഖീഖ് അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിലുൽ സിന്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിടവാങ്ങിയ മാസമാ. അവരുടെ അദബ് കണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറുന്ന സമയത്ത് 2 സ്റ്റെപ്പുകളാണുള്ളത്. ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് രണ്ടാമത്തതിൽ ഇരിക്കുകയാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അതേ രൂപത്തിലുള്ള ഇത്തിബായിലേക്ക് എല്ലാ കാര്യങ്ങളിലും കാർക്കശ്യം പുലർത്തുന്ന സിദ്ദീഖുൽ അക്ബർ റസൂലുള്ള ഇരുന്ന സ്റ്റെപ്പിൽ ഇരിക്കണ്ട എന്ന് മനസ്സിലാക്കി സ്റ്റെപ്പിന്റെ എണ്ണം കൂട്ടുകയാണ്. കാരണം അവിടെ റസൂലുള്ളാഹിന്റെ പണി അതുപോലെ ചെയ്യണ്ട. അദബാണ്, അദബാണ്. മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ദർസ് നടത്തുന്ന സ്ഥലത്താണെങ്കിലോ വീടിരിക്കുന്ന സ്ഥലത്താണെങ്കിലോ കാല് നീട്ടേണ്ടി വരുമ്പോ തന്റെ പ്രിയങ്കരനായ ഉസ്താദ് ഹമ്മാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടുള്ള ഭാഗത്തേക്ക് കാല് നീട്ടൂല. അത് അദബാണ്, അദബാണ്. ഇനി നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കുകയും 11-ാം വയസ്സിൽ മുഫ്തിയാവുകയോ 54 വയസ്സിന്റെ മുമ്പ് വിടവാങ്ങിയതിനിടയില് അവര് കൈവെക്കാത്തൊരു ഫന്നില്ല, അവര് പഠിക്കാത്തൊരു ഹദീസില്ല, അവര് കൈകാര്യം ചെയ്യാത്തൊരു ഇൽമില്ല, അവർക്കറിയാത്തൊരു നഹ്വില്ല, താരീഖില്ല, അഖീദയില്ല, തസൂഫില്ല, ഖുർആന്റെ സാരാംശ പൊരുളുകളില്ല. ഈ വലിയ ഹദീസിന്റെ ലക്ഷപ്രഭുവായ പണ്ഡിതനില്ലേ അൽ ഇമാമുൽ ആലമിന്റെ ഖബറിലേക്ക് സിയാറത്തിന് വരുന്ന സമയത്ത് സുബ്ഹിയായാൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ സുബ്ഹിക്ക് ഖുനൂത്ത് ഒഴിവാക്കിയിരുന്നു. അവർക്കറിയാ സുബ്ഹിക്കുള്ള ഖുനൂത്തിന് പ്രതിഫലം കിട്ടുമെന്ന്. പക്ഷേ അബൂ ഹനീഫ റളിയല്ലാഹു തആലയുടെ അഭിപ്രായത്തിൽ സുബ്ഹിക്ക് ഖുനൂത്തില്ല. ആ മഹാനവറുകളെ പരിഗണിച്ച് അതവോടുകൂടി നിസ്കാരത്തിൽ വരെ അവർക്ക് സുന്നത്തുണ്ടെന്ന വിശ്വാസമുള്ളത് തിരസ്കരിക്കുകയാ. എന്താണ് അദബാണ് മോനെ? ഉസ്താദുമാരോടുള്ള അദബ്, വിജ്ഞന്മാരോടുള്ള അദബ്, മുഅല്ലിമീങ്ങളോടുള്ള അദബ്, പഠിക്കുന്ന ഗ്രന്ഥങ്ങളോടുള്ള അദബ്, മാതാപിതാക്കളോടുള്ള അദബ്, മുതിർന്നവരോടുള്ള അദബ്, പള്ളികളോടുള്ള അദബ്. അതിൽപ്പെട്ടതാണ് പള്ളിയിൽ ദുന്യവിയായ സംസാരങ്ങൾ വെടിയുക എന്നത്. എന്നാൽ ആഖിറസമാനിന്റെ അടയാളമായ മുത്തു മുസ്തഫ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞില്ലേ, ലാ തഖൂമു സഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല, ഹത്താ തഅലവ അസ്വാത്തുൽ ഫസഖത്ത് ഫിൽ മസാജിദി, തമ്മാടികൾ പള്ളിയിൽ വന്ന് ശബ്ദഘോരം കൂട്ടുന്നത് വരെ അന്ത്യപ്രളയം സംഭവിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ വിജയത്തിന്റെ ബേസ് ഇൽമ് മാത്രമല്ല, ഇൽമിന്റെ ബേസ് അദബാണ്. അതുകൊണ്ട് അദബ് അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ നിന്ന് ദാലും കണ്ട് ഒഴിവാക്കിയ അബായ്. ദീനിന്റെ അബാണ് അദബ്. അദബ് എന്നതിന്റെ ഇടയിൽ നിന്ന് ദാല് ഒഴിവാക്കിയാൽ അബായി, അബിന്റെ ഇടയിൽ ദാല് കയറ്റിയാൽ അദബായി. നീ അദബന്നെ നോക്കൂ, അത് ദഅബെന്നും വായിക്കാം, അബദെന്നും വായിക്കാം, അദബെന്നും വായിക്കാം. ദഅബ്, ബദ് ഇതൊക്കെ വായിക്കാം. ശംസുൽമന്റെ ഒരു വിശദീകരണം ഉണ്ട്, അവരുടെ മുഖറബായ ശിഷ്യന്മാര് പറഞ്ഞാണ്. ബാബു കൈഫകാന ബദുൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വഹീഹ് ബുഖാരിയിലെ ഹെഡിങ്ങിന് അവർ മനോഹരമായി കൊടുക്കുന്ന വിശദീകരണം. ബദ് അത് വെച്ചിട്ട് ഒരു വലിയ വിശദീകരണം നടത്തും. അവിടെ അദബുണ്ട്. അദബ് എന്നത് ഇങ്ങോട്ട് മാറ്റിയാൽ
ബദ്, കാരണം ബദ് തുടക്കത്തിലെ കുട്ടികൾക്ക് അത് പഠിപ്പിക്കണം. അത് ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് മാറ്റി വെക്കരുത്. ബദ്ഇലെ അദബാണ്. ദഅബ് അത് പതിവായി ശീലമാക്കി കൊടുക്കണം. അദബ് അബദൻ, തുടക്കത്തിലെ അദബ് പ്രാരംഭം കുറിച്ചാൽ അത് അന്ത്യശ്വാസം വരെ നിലനിർത്തുകയും വേണം. അവനെ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആദർശമാണ് അടിസ്ഥാനം. അപ്പോഴേ അള്ളാഹിന് സഹായം കിട്ടുള്ളൂ. പക്ഷെ ആദർശത്തിന്റെ വെള്ളവും വളവും അത് അദബാണ്. ആ അദബും ആദർശവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മരിക്കുന്ന സമയത്ത് നല്ല സമയം, നല്ല സ്ഥലം, ചിരിച്ച് ഉറക്കെ ദിക്ർ ചൊല്ലി പ്രസന്ന ഭാവത്തോടെ സ്വർഗം കണ്ട് മരിക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ കൊളുപ്പെടുത്തട്ടെ. ഒരു ചെറിയ സംഭവം ഞാൻ ഇഷ്കിലൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ അദബ് പാലിച്ചിരുന്ന മഹാനല്ലേ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അലിയാർ അവരോട് ചോദിച്ചില്ല, സിദ്ദീഖേ ബിമനിൽ തഹാദിഹിൽ മർത്തബ, നിങ്ങൾ എങ്ങനെയാ സമുന്നതമായ സ്ഥാനം കൈവല്യമാക്കിയത്? സബഖതനാ, എല്ലാ വിഷയത്തിലും നിങ്ങൾ ഞങ്ങളെ ഓവർടേക്ക് ചെയ്തല്ലോ സിദ്ദീഖേ. നിങ്ങൾ എങ്ങനെയാണ് ഈ ഉന്നതി കൈവരിച്ചത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് മഹാനായ സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കേണ്ട താമസോ? അവര് പ്രതികരിച്ച 5 കാര്യങ്ങളുടെ കൂട്ടത്തിൽ 5ാമത്തത് സ്വഹൈബത്തു റസൂലല്ലാഹ് ഫഅഹ്സൻതു സുഹ്ബതാ. അവരെ വിടവാങ്ങിയ മാസമായതുകൊണ്ട് അവരെ വിഷയത്തെ കേന്ദ്രീകരിച്ച് പ്രശംസിച്ചുകൊണ്ട് അവസാനിപ്പിച്ചാൽ അതിന്റെ തബറുക്ക് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഈ വാക്കിനെ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് പറയുകയാണ്. അലിയേ, ഞാൻ റസൂലുള്ളാഹിനെ വിശ്വസിച്ചുകൊണ്ട് സഹവാസം തുടങ്ങിയിടം മുതൽ ഹബീബായ നബി ഭൂമിയിൽ നിന്ന് പിരിയുന്നത് വരെ അങ്ങേയറ്റത്തെ അദബോട്, ആത്മാർത്ഥതയോട്, അടങ്ങാത്ത ദാഹത്തോട് അവിടത്തെ ഞാൻ പ്രണയിച്ചുകൊണ്ട് പിന്നാലെ കൂടിയിട്ടുണ്ട് അലിയേ. അതാണ് എന്റെ ഉയർച്ചയുടെ ഏറ്റവും വലിയ രഹസ്യമെന്ന് സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഖൽബ് രണ്ടും ഒന്നായില്ലേ? ഈ പരിപാടി സംഘടിപ്പിച്ച മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാരെ, സന്നിഹിതരായ പഠിതാക്കളെ, ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കളെ, കേൾക്കാനിരുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരസത്ത് അത് പകർന്നു കൊടുക്കുന്ന സ്ഥാപനമാണ് മദ്രസ. ഒരു മഹല്ലിൽ മദ്രസയേക്കാൾ വലിയൊരു സ്ഥാപനമില്ല. ഒരു മഹല്ല് ശരീരമായി സങ്കല്പിച്ചാൽ ആ ശരീരത്തിന്റെ മസ്തിഷ്കത്തിന്റെ സ്ഥാനത്താണ് മദ്രസ. തലച്ചോറിന് കേടുവന്നാൽ ശരീരം പോയി പോകുമല്ലോ. ഒരു മഹല്ലിൽ മദ്രസയുടെ പ്രവർത്തനം നിന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് പിൻവലിക്കപ്പെടുന്നതാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഒരു ഗ്രാമവാസികൾ മൊത്തം പടച്ചവനെ കീഴ്പ്പെട്ട് ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളായ ഉപരിലോകവും താഴെ ലോകവും അവന് അനുകൂലമായി പടച്ചവൻ വാതായനങ്ങൾ തുറന്നുകൊടുത്ത് സഹായിക്കുമെന്ന് ഖുർആനിൽ കട്ടായമായി പടച്ചവൻ പ്രഖ്യാപിച്ചതാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഉമ്മ, മദ്രസയിലേക്ക് വരിസംഖ്യ കൊടുക്കുന്ന ആളുകൾ കൃത്യമായി കൊടുക്കുകയോ കൊടുക്കുന്നതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണേ. മുഅല്ലിമീങ്ങൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവരാ. കാരണം എല്ലാ ഫിഖഹിന്റെ കിതാബിലും ഉള്ളത് അവ്വലു വാജിബിനൽ ആബാഇ എന്നാണ്. അവ്വലു വാജിബിനൽ മുഅല്ലിമീൻ എന്നൊരൊറ്റ കിതാബിലുമില്ല. ബാപ്പാനിന്റെ ബാധ്യതയാ, ഉമ്മാനിന്റെ കടമയാ നിങ്ങളുടെ മക്കൾക്ക് അള്ളാനെയും റസൂലിനെയും പഠിപ്പിക്കുക എന്നത്, നിസ്കാരം പഠിപ്പിക്കുക എന്നത്. കാലം കുറെ പുരോഗമിച്ചപ്പോൾ കുറെ ആളുകൾ ഗൾഫിലേക്ക് പോവാൻ തുടങ്ങി. നിലവിൽ വീട്ടിലുള്ള ആളുകൾക്ക് തജ്വീദ് പഠിപ്പിക്കാൻ കഴിയാതെയായി. അഖീദയുമായി ബന്ധമില്ലാത്ത ജാഹിലീങ്ങളായി. അറിയുന്നവർക്കും
പഠിപ്പിക്കാൻ നേരമില്ലാതെയായേ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ നായകന്മാർ സയ്യിദ് ബാഫഖി തങ്ങൾ മുതൽ മഹാന്മാരായ സാദാത്യങ്ങളും ഉലമാ ഒരുമിച്ച് കൂടി മദ്രസക്ക് അതാ തീരുമാനം കണ്ടില്ലേ. ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കുന്നതിന് മുമ്പായി മദ്രസയുടെ എണ്ണം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, 11,000-ഓളം മദ്രസ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഭൂമിയുടെ ചരിത്രത്തിൽ അത് സമസ്തക്കല്ലാതെയുണ്ടോ? ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ ആത്മീയമായ വിജ്ഞാനം വിളംബരം ചെയ്തുകൊണ്ട് സേവനം ചെയ്യുന്ന 11,000-ഓളം സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനം ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ, ഏഷ്യാ ഭൂഖണ്ഡത്തിലെ കേരളം എന്ന സംസ്ഥാനത്തല്ലാതെ എവിടെയെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ആ സമസ്തയുടെ ഹാദിമീങ്ങളാണ് മുഅല്ലിമീങ്ങൾ. ആ സമസ്തയുടെ പ്രവർത്തകന്മാര് നമ്മളൊക്കെ താങ്ങും തണലുമായി ഇഖ്ലാസോടുകൂടി പരലോക ക്ഷേമത്തിന് വേണ്ടി ഇൽമിയായി സമസ്തക്ക് വേണ്ടി ആദർശത്തിന്റെ സുശക്തമായ മുന്നോട്ടത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും വിദഗ്ധത്ത് കടന്നു കയറുമ്പോൾ, യുക്തിവാദികൾ വിളഞ്ഞാടുമ്പോൾ ആ എല്ലാ പരിഹാസങ്ങളെയും കളവുകളെയും വിദണ്ഡവാദങ്ങളെയും ഉമ്മത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നമ്മളാലാകാവുന്ന എല്ലാ സേവനങ്ങളും ചെയ്യണമെന്ന് പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ പ്രഥമമായി എന്റെ ശ്രദ്ധയിലും പിന്നെ നിങ്ങളുടെ ഓർമ്മയിലും പെടുത്തി. അള്ളാഹു പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ഇവിടെ സഹായിച്ചവരെ മുഴുവനും അള്ളാഹു സഹായിക്കട്ടെ. ഇവിടെ വന്നു പോയ എല്ലാ രോഗികൾക്കും അള്ളാഹു ശമനം പ്രദാനം ചെയ്യട്ടെ. പടച്ച തമ്പുരാൻ നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് ഇഖ്ലാസോട് ദീനീ ദഅവത്ത് രംഗത്ത് പ്രദാനം നൽകുക. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ. പടച്ചവനെ, ഞങ്ങൾ ഐബുകളൊക്കെ നീ മറക്കണേ അല്ലാ, രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ, സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഈ മുഅല്ലിമീങ്ങൾ ഒരുക്കിയ വിജ്ഞാന വിരുന്നിന് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിടവാങ്ങി ആരുമില്ലാതെ 6 അടി ഉടാഴിയിൽ കിടക്കുന്ന ഉസ്താദുമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാ. ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. സദസ്സിലുള്ള ആണുങ്ങൾ പെണ്ണുങ്ങൾ അല്ലാ, ഞങ്ങൾക്കൊക്കെ എല്ലാ രോഗങ്ങളും മാറ്റി ആഫിയത്തുള്ള സുദീർഘായുസ്സ് കൊണ്ട് അനുഗ്രഹിച്ച് അവസാനം ഞങ്ങളുടെ ആനന്ദ തുന്തിലമായ ദിവസവും ഞങ്ങളുടെ റൂഹ് പിരിയുന്ന മൗത്തിന്റെ ദിനമാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമം ഖബറാക്കണേ അല്ലാ. ഇത് അതിന് നിമിത്തമാക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين برحمتك يا أرحم الراحمين.